കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ശ്രദ്ധ വരുന്നത്. ആ ശ്രദ്ധ വരുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ നടപടിയിലേക്ക് പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് ശ്രദ്ധയപ്പെട്ടത്? കുട്ടി ക്രഷിലേക്ക് വരുന്ന ഘട്ടത്തിലാണ്. ക്രഷിൽ നമ്മുടെ ജീവനക്കാർ കുട്ടിയെ കുളിപ്പിക്കാനോ മറ്റോ എടുക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ശ്രദ്ധയിലേക്ക് വന്നത്. കുട്ടിയുടെ ശരീരത്തിലെ മുറിവിൻ്റെ പാടാണ്, കുട്ടിയുടെ ബട്ടക്സ് നുള്ളിയ പാടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ പരിശോധനയ്ക്ക് പോയത്. എന്നിട്ട് അന്ന് ജോലിയുള്ള ആളുകളെല്ലാം പിടിച്ചുവിടുകയായിരുന്നു. ആ കുട്ടി ഉണ്ടായിരുന്ന സെക്ഷനിലെ മുഴുവൻ ആളുകളെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. താൽക്കാലിക ജീവനക്കാരാണ്, എല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. 3 പേരല്ലേ? അജിത, പോലീസ് അറസ്റ്റ് ചെയ്ത അജിത, മഹേശ്വരി, സിന്ധു. പരാതി കൊടുത്തത് ചൈൽഡ് വെൽഫെയർ സെക്രട്ടറി അനുകൂലി കൊടുത്ത പരാതിയാണോ? അതെ. CWC ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ശ്രദ്ധ വന്ന ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ CWC അറിയിച്ചു. ഇന്നലെ അവർ വന്നിരുന്നു, ന്യൂസ് അവർ വന്നിരുന്നു. അല്ലാതെ ഞങ്ങൾ പോലീസിലേക്ക് പോവുകയാണ്. ആദ്യം മെഡിക്കൽ എടുക്കും. മെഡിക്കൽ ഇപ്പം നുള്ളിയ പാട് കണ്ടപ്പോൾ ഞങ്ങൾ മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഒരു എന്താണ്, നുള്ളിയതാണോ, ഇപ്പോൾ കുട്ടികൾ ഏതാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കൊതുക് കടിച്ച് കുട്ടി ചൊറിഞ്ഞതാണോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചെറിയ നഖത്തിൻ്റെ ഒരു പാടാണ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ കൊതുക് കടിച്ചിട്ട് കുട്ടി തന്നെ ചൊറിഞ്ഞ് മുറിഞ്ഞതാണോ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് മെഡിക്കൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് മെഡിക്കൽ എടുത്തത്. 5 വർഷത്തിലധികമായി. അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. കുട്ടിയുടെ വിരളെന്തോ ഇതിന്റെ വാതിലിനിടയിൽപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഒരു കുട്ടിയുടെ വിരളതിനിടയിൽപ്പെട്ട് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ കുറച്ച് നാളത്തെ എല്ലാം ഇങ്ങനെ പരാതി പറയാൻ കുട്ടികൾക്ക് കൊച്ചുകുട്ടികളല്ലേ പരാതി പറയാൻ? അല്ല, വളരെ കൃത്യമായിട്ടാണ് കുട്ടികളോടൊപ്പം ഞാൻ ചിലവഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികം കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളത് പറയും. അപ്പം അമ്മമാരോട് ചില ആളുകളോട് പറയാറുണ്ട്. ഞാൻ സെക്രട്ടറി വരുമ്പോൾ പറയുമെന്നുള്ള രൂപത്തിലൊക്കെ അമ്മമാരോട് പറയാറുണ്ട്. ചില കുട്ടികൾ തന്നെ അമ്മമാരോട് പറയുന്ന രീതിയുണ്ട്. ഇപ്പോൾ ബാലസേവിക കോഴ്സ് അടക്കം പാസ്സായ ആളുകളെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി തന്നെയാണ് ഇപ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പോലീസ് വെരിഫിക്കേഷൻ അടക്കം ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആവർത്തിക്കപ്പെടാതിരിക്കാനെന്നുള്ളതല്ല, ഇത്തരം സംഭവം ഉണ്ടാവാൻ പാടില്ല. സ്വാഭാവികമായും ഇത് വളരെ തീർച്ചയായും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ആ ഒറ്റപ്പെട്ട സംഭവത്തെ പോലും വച്ചുപറപ്പിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ നടപടിയിലേക്ക് പോയത്. ഞങ്ങളാണല്ലോ സ്വാഭാവികമായി ഒരു പരാതിക്കാരൻ. പരാതിക്കാർ ശിശുക്ഷേമ സമിതി തന്നെയാണ്. അവിടെയാണ് ശിശുക്ഷേമ സമിതിയുടെ നിലപാട് നിങ്ങൾ കാണേണ്ടത്. ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരിയായിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഞങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് ശിശുക്ഷേമ സമിതി എടുത്ത നിലപാടിനെ മാധ്യമങ്ങളും പൊതുസമൂഹവും കാണേണ്ടത്.